സുഹൃത്തുക്കളെ, ഇന്നെൻ്റെ ചേട്ടനൊരു പൊതിച്ചോറ് കൊണ്ടുപോകും. ചെമ്പാവരിച്ചോറ്. ഇത് ലേറ്റായിട്ട് ചോറ് കഴിക്കുക, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇലയിൽ വാട്ടി കെട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ കോവയ്ക്ക, രാവിലെ പോയപ്പോൾ കുറച്ച് കോവയ്ക്ക കിട്ടിയായിരുന്നു. കോവയ്ക്ക മെഴുക്ക് വരട്ടി, കട്ടാക്ക് ചൂരമീൻ. ഞാൻ വാഴയിൽ ഇതാക്കി വെച്ചത് ചൂരമീൻ വാഴയിലെല്ലാം വറുത്തെടുത്തത്. കടുകെണ്ണയിലാക്കിയിട്ട് അതിന് 2 വെളുത്തുള്ളിയും ഇതെല്ലാം ഇട്ടിട്ട്, അപ്പോൾ ആ ചുവയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ആക്കിയത്. ചൂരമീൻ വറുത്തത്. ഇത് ചോറിൽ അങ്ങനെ വയ്ക്കുമ്പോൾ ഒരുപാട് സമയം ലേറ്റാവും ചോറ് കഴിക്കാൻ. അന്നേരം ചൂടല്ലേ, ഇപ്പം എന്തോ പോലെയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. മാങ്ങ ഇഞ്ചി അച്ചാർ. ചോറിലായാൽ 2-3 മണിയാവും ചോറ് കഴിക്കാൻ ചിലപ്പോൾ. അപ്പോൾ ചോറിൽ തന്നെ ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് വെള്ളം അടിക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല, നല്ല ഇതാണെന്ന് ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയാണ്. മാങ്ങ ഇഞ്ചിയും കാന്താരിയും ഇട്ട ചമ്മന്തി, അരച്ച വെളുത്തുള്ളി എല്ലാം ഇട്ടായിരുന്നു. മാങ്ങ ഇഞ്ചി ചമ്മന്തി, കാന്താരി ചമ്മന്തി ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മതി, ഈ ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിലോട്ട് വയ്ക്കും. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് വരട്ടിയത്, ചമ്മന്തി, ഇലയാകും പുറവും എല്ലാം കഴുകിയതാണ്. മീൻ വറുത്തത്, ചൂരമീൻ വറുത്തത്, അച്ചാർ പോരെ. അപ്പോൾ പാക്ക് ചെയ്യും. അങ്ങനെ ചേട്ടന് ഉച്ചയ്ക്ക് ഉള്ള പൊതിച്ചോറ് റെഡി. ഈ ചോറ് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വെള്ളമൊന്നും ഒലിക്കത്തില്ല. ഒരുപാട് 3:30 ആവും ചോറ് കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കെട്ടി ഇലയിൽ വാട്ടി വെച്ചിട്ട് കൊടുക്കാം. ഇതാട്ടാ.